ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പറഞ്ഞ പോലെ ഈ ആഴ്ച ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളൊരു സീരീസ് പോലെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇമെയിൽസ് ഒന്നും വന്നില്ല. എനിക്ക് മനസ്സിലായി കുറേ പേര് ജോലിക്ക് ഇപ്പോഴും നോക്കുന്നുണ്ടാവും. ഒന്നും കൂടി ഈ വീഡിയോയുടെ തുടക്കം ഞാൻ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണ്, റീസെൻ്റ് ആയിട്ട് ജോലി കിട്ടിയവരാണെങ്കിൽ bisupmoney@gmail.com. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് ഇമെയിൽ അയയ്ക്കുക. ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏജൻസി. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഏജൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഏജൻസീസ്. നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഏജൻസീസ്. എന്താണ് ഈ ഏജൻസി എന്നുള്ളത്? അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാലോ, ഞാൻ ഇപ്പോൾ ഒരു ഏജൻസി ത്രൂ ആണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയത്. യുണീക്ക് എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ ഏജൻസിയുടെ പേര്. സോ ദേ വർക്ക് ഫോർ ആൽസ്റ്റോം. ഞാൻ ആൽസ്റ്റോമിന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ത്രൂ ദിസ് സ്റ്റാഫിംഗ് ഏജൻസി. അപ്പോൾ ഈ സ്റ്റാഫിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഒന്നുമില്ല. ഇവര് ഓരോ കമ്പനികൾ, ഇവർക്ക് ഇഷ്ടംപോലെ ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്പനീസിന് വേണ്ടിയിട്ട് ആൾക്കാരെടുക്കും. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉണ്ടാവും, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, അങ്ങനെ വിവിധമായിട്ടുള്ള ആൾക്കാരെ അവരെടുക്കും. പിന്നെ ഈ ഏജൻസിക്കാർക്ക് കുറേ ക്ലയൻസ് ഉണ്ടാവും. അതിപ്പോൾ ആൽസ്റ്റോം പോലത്തെ വലിയ വലിയ കമ്പനീസ് ആവാം, മെഡിക്കൽ ഫീൽഡിലായിരിക്കാം. ഇപ്പോൾ എൻ്റെ ഏജൻസിക്ക് തന്നെ പല 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 എന്താ പറയുക കമ്പനീസിനായിട്ട് ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ലയൻസ് ആണത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കമ്പനീസ് പറയും ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരെ വേണം, ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരെ വേണം, ഇലക്ട്രീഷ്യൻസ് ഞങ്ങൾക്ക് ഇത്ര വേണം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ ഈ ആൾക്കാരൊക്കെ ഉണ്ട്, ഒന്ന് നോക്കുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CV കമ്പനീസിന് അയച്ചു കൊടുക്കും. കമ്പനിക്ക് അത് ഇഷ്ടപ്പെട്ടാൽ ഒരു ഇന്റർവ്യൂ വെക്കും. എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ ഈ പ്രോസസ്സ് ഫസ്റ്റ് തൊട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനിക്ക് അപ്ലൈ ചെയ്യും. യുണീക്ക് എഞ്ചിനീയറിംഗ് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ യുണീക്ക് എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടാൽ ആദ്യം അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അവർ ജസ്റ്റ് നമ്മളെ കുറിച്ച് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ഡിസ്കഷൻ പോലെ, എന്തൊക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, നിങ്ങളുടെ ജർമ്മൻ ലെവൽ എന്താണ്, നിങ്ങൾ എന്താ പഠിച്ചത്, നിങ്ങൾ എങ്ങനത്തെ ജോബാണ് നോക്കുന്നത് എന്നുള്ള ഏകദേശം കുറച്ച് ഡീറ്റെയിൽസ് അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ അവർ വെക്കും. എന്നിട്ട് അവര് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഹരിറാം ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ക്വാളിറ്റിയിലാണ് പോകേണ്ടത്, ഓക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ സ്കിൽസ് ഉണ്ട്, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടോ, തീസിസ് എക്സ്പീരിയൻസ് ഉണ്ടോ, അതൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു പൊസിഷൻ വരുമ്പോൾ അവർ പറയും, ഹരിറാം നോക്കൂ, ഇതുപോലൊരു പൊസിഷൻ ഉണ്ട്, ആൽസ്റ്റോമിലാണ്, നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചോട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ നോക്കിയിട്ട് അവർ നമുക്ക് അയച്ചു തരും. ഇതാണ് ഒരു ക്വാളിറ്റി ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയാണ് സ്കിൽസ് വേണ്ടത്, പൊസിഷൻ നമുക്ക് അയച്ചു തരും. നമ്മളത് കണ്ടിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ പ്രൊഫൈൽ ഈ കമ്പനിക്ക് അയക്കും. അവിടെ തീർന്നില്ല, ആ കമ്പനി ഫിൽട്ടർ ഔട്ട് ചെയ്യും. അവര് ഓക്കെ ഈ ഒരു കമ്പനി തന്നിട്ടുണ്ട്, അവർക്ക് ആൽസ്റ്റോംകാർക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ വെക്കും. ചിലപ്പോൾ 2 ഇന്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഫ്രം ദി ഏജൻസി, സെക്കൻഡ് ഇന്റർവ്യൂ ഫ്രം ദി കമ്പനി. അപ്പൊ ഈ കമ്പനിക്കാരെന്ത് ചെയ്യും, ശരി നിങ്ങൾ പ്രൊഫൈലൊക്കെ തന്നു, ഓക്കെ നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇന്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ജോലി. അതുകൊണ്ട് സ്റ്റാഫിംഗ് ഏജൻസിയിൽ എന്തായാലും ജോലി കിട്ടും എന്നില്ല, ഇതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ എന്താണ് പ്രോസ് ആൻഡ് കോൺസ് ഞാൻ പറഞ്ഞുതരാം. ഈ നമുക്കുള്ള ഗുണം, ഈ ഒരു ജോബ് മാർക്കറ്റിൽ ഒരു ജോലി, ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ CV-യിൽ എഴുതുമ്പോൾ ആൽസ്റ്റോമിനെ എഴുതുള്ളൂ, യുണീക്ക് എഞ്ചിനീയറിംഗ് എഴുതില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഡയറക്റ്റ് ആൽസ്റ്റോമിലാണ് എക്സ്പീരിയൻസ്. പിന്നെ വേറെന്താ ഗുണമുള്ളത്, നാളെ ആൽസ്റ്റോം എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൽസ്റ്റോമിൽ ഡയറക്റ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 2 വർഷം ആൽസ്റ്റോമിൽ വർക്ക് ചെയ്തു, ഒരു പൊസിഷൻ ആൽസ്റ്റോമിൽ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. പുതിയൊരു ആൾ എടുക്കുന്നതിനെക്കാട്ടിലും ഓൾറെഡി എക്സ്പീരിയൻസിൽ ആളല്ലേ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്,
ഈ ഏജൻസി ത്രൂ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് റിസ്ക് കുറവാണ്. റിസ്ക് കുറവാണ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയണതാ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് ഞങ്ങൾക്ക്, ഈ 2 വർഷം ഈ പ്രൊജക്ട് ഉണ്ടാവും. അപ്പൊ ഈ 2 വർഷം പ്രൊജക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അയാളെ വേണ്ട എന്ന് കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ് വെച്ചാൽ ഈസി ആയിട്ട് കമ്പനിക്ക് പറഞ്ഞു വിടാം. അപ്പൊ കമ്പനിക്ക് ഇതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ഇപ്പോൾ ആൽസ്റ്റോമിൽ നമ്മൾ ഡയറക്റ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല, കുറെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. കമ്പനിക്ക് ഈസി ആയിട്ട് ഓക്കെ അസൈൻമെന്റ് തന്നെ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, 2 വർഷത്തിനാണ് ഈ പ്രൊജക്ട്, അതിനാണ് ഞങ്ങൾക്ക് ആൾക്കാരെ ആവശ്യം, ആ പ്രൊജക്ട് കഴിഞ്ഞു, ബൈ ബൈ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജോബ് സെക്യൂരിറ്റി എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കമ്പനിക്കാര് ഇതൊന്ന് നോക്കുമ്പോൾ കമ്പനിക്കാർക്ക് ഇത് ലാഭമാണ്. ഒരു കാശ് കൊടുക്കുന്നു, ഒരു ഇന്ന പീരീഡിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, ആ പ്രൊജക്ട് എടുക്കുന്നു, ആ പ്രൊജക്ട് കഴിഞ്ഞത് നമ്മളെ പിരിച്ചുവിടാതിരിക്കാം. ഇപ്പോ എന്റെ കേസില് ഞാൻ എന്റെ കമ്പനിക്കാരടുത്ത് ചോദിച്ചപ്പോ, ഏജൻസിക്കാരടുത്ത് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഈ പ്രോജക്ട് 5 കൊല്ലം ഉണ്ടാവും എന്നാണ്. ഇപ്പൊ ഞാനുള്ള പ്രോജക്ട് പറയാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് എപ്പോഴും. ഇപ്പത്തേക്ക് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ട് കഴിയാറായി. ഞാൻ ഓൾറെഡി ഒരു ലാസ്റ്റ് ഒരു 6-8 മാസം, ഒരു 10 മാസം ആയല്ലോ ഇപ്പോ പ്രൊജക്ട് കഴിയാറായി. അപ്പൊ ഞാൻ എന്റെ മാനേജർക്ക് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു അടുത്തതാ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, അതിലാണ് നിന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ ഇനിയും കണ്ടിന്യൂ ചെയ്യാ. എന്റെ കമ്പനിയിൽ ആൽസ്റ്റോമിൽ തന്നെ 7 വർഷം 8 വർഷം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കമ്പനിയിൽ, അതായത് ഏജൻസി പ്രകാരം. അപ്പൊ അതൊക്കെ ഡിപ്പെൻസ്. ജോബ് സെക്യൂരിറ്റി ഒരു കമ്പനീനെ കാട്ടിലും കുറവ് തന്നെയാണ്, അത് ഞാൻ പറയണമല്ലോ. രണ്ടാമത്തെ പോയിന്റ്, നമ്മളൊരു കമ്പനിയിൽ ഡയറക്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരിക്കലും ഒരു ഏജൻസി കൂടെ കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ക്രിസ്മസ് ബോണസ്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയിലാണ് ജോലി കിട്ടിയത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ ക്രിസ്മസ് ബോണസ് ഒരു 1200 യൂറോ കിട്ടുകയാണെന്ന് വെക്കുക, എനിക്ക് കിട്ടുന്നത് 300 യൂറോ ആയിരിക്കും. ഓക്കെ, സോ ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. നിങ്ങളൊരു ഏജൻസി വേഴ്സസ് ഒരു ഡയറക്റ്റ് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കമ്പനിക്ക് തന്നെയാണ്. കൂടുതൽ ജോബ് സെക്യൂരിറ്റി, ബോണസ്, റീലൊക്കേഷൻ, ക്രിസ്മസ് ബോണസ്, പിന്നെ നമ്മുടെ ഹോളിഡേ ബോണസ്, അങ്ങനെ എല്ലാം കൊണ്ടും കമ്പനി തന്നെയാണ്. അതിപ്പോ ചെറിയ കമ്പനി ആണെങ്കിലും റൂൾസ് ഉണ്ടല്ലോ, കമ്പനിയുടെ പോളിസീസും റൂൾസും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഈ ഒരു സെനാരിയോയിൽ ഞാൻ എന്തുകൊണ്ട് ഏജൻസീസിനെ എന്തുകൊണ്ട് പറയണു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ട് ഏജൻസീസ് മോശമാവുന്നില്ല. എന്റെ പോയിന്റ് എന്താ വെച്ചാൽ, ശരിയായിരിക്കും നമുക്ക് ക്രിസ്മസ് ബോണസ് ഇല്ല, അത്രക്കില്ല, ഉർലോഫ് സ്കെയിൽഡ്, അതായത് വെക്കേഷൻ ബോണസ് ഒന്നുമില്ല, ജോബ് സെക്യൂരിറ്റി ഒരിക്കലും ഒരു കമ്പനി പോലെ വരില്ല, പക്ഷെ ജോലിയുണ്ട്. അപ്പോ നിങ്ങൾ 2 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം നിങ്ങളുടെ ജോബ് സെർച്ചിങ് വിസയില് കണ്ടുപിടിച്ചിട്ട് കിട്ടാതെ നാട്ടിൽ പോണക്കാട്ടിലും എത്രയോ ബെറ്റർ അല്ലേ ഒരു ജോലി കിട്ടുന്നത്. അതും നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണു പറഞ്ഞ എക്സ്പീരിയൻസിന് എപ്പോഴും വാല്യൂ ഇല്ലേ? അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ ആണ്, ഒരു വിൻ ആണ് നമുക്ക് ഫോർ ജോബ് സീക്കിംഗ് പീപ്പിൾ. അതുകൊണ്ട് ഏജൻസീസ് മോശമല്ല. എല്ലാവരും ചോദിക്കുമ്പോൾ പറയും ഓ ഏജൻസി ഇത്ര ഇല്ലല്ലോ അത്ര ഇല്ലല്ലോ. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് സാലറിനെ കുറിച്ചാണ്. ഇവിടെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഐ വിൽ ടെൽ യു ദാറ്റ് ആഫ്റ്റർ ദിസ് പോയിന്റ്. സാലറി കോമ്പൻസേഷൻ, അതായത് ബോണസസ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഡയറക്റ്റ് ജോലിക്ക് പോവുകയാണെങ്കിൽ അവര് എപ്പോഴും സാലറി പറയുന്നത് എല്ലാം കൂടിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവർ പറയാണ് 60,000 രൂപ നിങ്ങൾക്ക് കൊല്ലം യൂറോസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ 60,000 അവർ കുറെ ബോണസസും പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് ബോണസ് എല്ലാം ഇൻക്ലൂഡിങ് നമ്മുടെ റീലൊക്കേഷൻ വരെ അവർ ചില കമ്പനീസ് തരും. എല്ലാവരും തരുന്നല്ല പറഞ്ഞത്, പൊതുവെ എല്ലാവരും തരാറുണ്ട്. ക്രിസ്മസ് ബോണസ് അതൊക്കെ കൂട്ടിയിട്ടൊരു കോമ്പൻസേഷൻ ആണ് പറയാ. അത് ഒരിക്കലും ഒരു ഏജൻസിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഇത് അങ്ങനെയെന്നല്ല. ഇപ്പൊ ഇതേ ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി ഇപ്പൊ എനിക്ക് ആൽസ്റ്റോമിൽ ഡയറക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ, ഇത് എക്സാമ്പിൾ ഫിഗർ ആണ്, ഇത് എന്റെ സാലറി അല്ല.
65,000 രൂപ കിട്ടും എന്ന് വിചാരിക്കുക. എനിക്ക് 65,000 euros പെർ ഇയർ. എനിക്ക് ഏജൻസിക്കാർ തരുന്നത് 50 ആയിരിക്കും, അല്ലെങ്കിൽ 55 ആയിരിക്കും, 55,000 ആയിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ഹൗഎവർ 15 മാസം കഴിയുമ്പോൾ, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക, 15 മാസം നിങ്ങൾ ഒരു ഏജൻസി ത്രൂ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത നിങ്ങളുടെ കമ്പനി, അതായത് നിങ്ങളുടെ ഏജൻസി, ആ കമ്പനി എന്താണോ ആ സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളം അത് മാച്ച് ചെയ്യണം. അപ്പൊ എന്നോടും പറഞ്ഞത് എന്താണെന്നറിയോ, 15 മാസം കഴിയുമ്പോൾ എന്റെ സാലറി അവിടെ ആൽസ്റ്റോം എംപ്ലോയീസിന് എത്ര സാലറി കിട്ടുന്നോ അത് എനിക്ക് മാച്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മുടെ അത് കുഴപ്പമില്ലല്ലോ. 15 മാസം നിങ്ങൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈക്വൽ പേ, അതൊരു ലോ ആണ്, ഈക്വൽ പേ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മനസ്സിൽ വെക്കുക. അപ്പോഴും ബോണസും ക്രിസ്മസും ജോബ് സെക്യൂരിറ്റിയും ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സാലറി നിങ്ങൾക്ക് ഒരു 15 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഏത് കമ്പനിയിലാണോ ആ കമ്പനിയുടെ ഡയറക്റ്റ് എംപ്ലോയീസിന് എത്ര സാലറി കിട്ടുമോ അത് മാച്ച് ചെയ്യണം എന്ന് ലോ ഉണ്ട്. കമന്റിൽ എന്നെ കറക്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞതും എൻ്റെ അടുത്ത് എൻ്റെ കമ്പനി പറയുകയും ചെയ്തു, 15 മാസം കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തു തരാം. അപ്പോൾ ഇങ്ങനൊരു ലോ ഉണ്ട്, ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എഗെയിൻ ഒന്നും കൂടി പറയാണ്, സാലറി മാത്രമേ മാച്ച് ചെയ്യുള്ളൂ നിങ്ങളുടെ. അപ്പോഴും ജോബ് സെക്യൂരിറ്റി എന്താണ്, ഞാൻ ജോബ് സെക്യൂരിറ്റിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. ജോബ് സെക്യൂരിറ്റി യു കനോട്ട് മാച്ച് ഒരു കമ്പനി പോലെ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് പറയാം, ജോബ് സെക്യൂരിറ്റി. ഞാൻ എന്താണ് ഈ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ ജോബ് സെക്യൂരിറ്റി? നമ്മളൊരു ഡയറക്റ്റ് കമ്പനിയാണ് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ബ്ലൂ കാർഡ് ഓണറാണ്, അല്ലെങ്കിൽ ഒരു ബ്ലൂ കാർഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 6 മാസം പ്രൊബേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് വെക്കുക, ഒരു 3 മാസമൊക്കെ നമുക്ക് സമയമുള്ളൂ അടുത്ത ജോലി കണ്ടുപിടിക്കാനായിട്ട്. ഏജൻസിക്കാർക്ക് വേറെ കുറച്ച് റൂൾസ് ഉണ്ട്. അവർക്ക് ചിലപ്പോ നമുക്ക് 1 മാസത്തെ ഇളവേ തരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇതേ നമ്മുടെ കമ്പനി ആണെങ്കിൽ റൂൾസ് ഇത്തിരി കൂടി സ്ട്രിക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആയിട്ട് പോകും ക്ലോസ്. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 2-3 വർഷമായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ, അതായത് ഒരു കാരണവും ഇല്ലാതെ നിങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിൽ, അതായത് കമ്പനിക്ക് ഇപ്പൊ ലോസ് ആയി, പ്ലാന്റ് പൂട്ടാൻ പോവാണ്, അങ്ങനെ വല്ല റീസൺ, നിങ്ങളുടെ അല്ലാത്ത റീസൺസ് ശ്രദ്ധിക്കണം, നിങ്ങളുടെ അല്ലാത്ത റീസൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനി ഈസ് എൻടൈറ്റിൽഡ് ടു ഗിവ് യു സം കോമ്പൻസേഷൻ. ഇത്ര രൂപ അവർ തരും. നിങ്ങളുടെ സാലറി അല്ലാത്ത ഒരു വർഷത്തെ സാലറി, ഐ ഡോണ്ട് നോ, കറക്റ്റായി എനിക്കറിയില്ല, പക്ഷെ കുറച്ച് കോമ്പൻസേഷൻ തരണം. ഏജൻസിയിൽ ഈ കളിയൊന്നും നടക്കില്ല. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഏജൻസി പറയാണ് പ്രൊജക്ട് കഴിഞ്ഞു, സോറി പരിപാടി കഴിഞ്ഞു പറഞ്ഞാൽ ബായിന്ന് മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. മാക്സിമം പോയാൽ നിങ്ങൾക്ക് അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കാശ് തരും, ശമ്പളത്തിന്റെ ഇത്ര ശതമാനം തരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതാണ് ഞാൻ ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാൻ. നിങ്ങളുടെ കയ്യിരിപ്പ് മോശം അല്ലാത്ത കേസിലാണ് ഞാൻ പറയുന്നത്. അവിടെ പോയി നിങ്ങൾ എന്തെങ്കിലും പരിപാടി കാണിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു വേർബലി ഒരു വാർണിംഗും രണ്ടാമതൊരു റിട്ടേൺ വാർണിംഗും കിട്ടും പ്രൊബേഷൻ കഴിഞ്ഞാൽ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് ഇപ്പോൾ 6 മാസം ആണെങ്കിൽ പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിട്ടേൺ വേർബലായിട്ടൊരു വാർണിംഗും മാനേജർ ആദ്യം പറയും, വിളിച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ ഇത് ശരിയില്ല, അത് ശരിയില്ല, അത് ശരിയാക്കണം, നിങ്ങളുടെ ലാംഗ്വേജ് ശരിയില്ല, വോട്ടവർ. അവർ കുറച്ചുകൂടി സമയം തരും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു റിട്ടേൺ സംഭവം വരും. അതും സെറ്റായില്ല പറഞ്ഞാൽ നിങ്ങളെ പിരിച്ചുവിടും പ്രൊബേഷൻ കഴിഞ്ഞാണെങ്കിൽ. സോ 2 വാർണിംഗ് കഴിഞ്ഞിട്ടേ നിങ്ങളെ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏജൻസിയും അത്രേ ഉള്ളൂ, ഏജൻസിക്കാർക്ക് അങ്ങനെ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കമ്പനിയിൽ അസൈൻമെന്റ് കഴിയുകയാണെന്ന് വെക്കുക, പറയാൻ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഒന്നുമില്ല. അപ്പൊ കമ്പനി പറയും സോറി നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഒന്നുമില്ല, ഞങ്ങൾ വേറെ ഏതെങ്കിലും ക്ലയൻസ് കിട്ടുകയാണെങ്കിൽ പെറ്റ് കാണിച്ചാൽ നിങ്ങൾ അതിൽ വിടാം എന്നുള്ളത്. വിച്ച് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഏജൻസിയുടെ വേറൊരു ഗുണം എന്താ അറിയോ? ഇതൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ആൽസ്റ്റോമിൽ വർക്ക് ചെയ്യാണ് വയ യുണീക്ക് എഞ്ചിനീയറിംഗ്. സപ്പോസ് ലെറ്റ്സ് 2027 ഈ പ്ലാന്റ് ക്ലോസ് ചെയ്യണമെന്ന് വെക്കുക. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവും. 2 years എക്സ്പീരിയൻസ്, 2.5 years, ലെറ്റ്സ് 2 വർഷം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പ്ലാന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ്, ഡയറക്റ്റ് എംപ്ലോയീസ് എന്താവും, കമ്പനി ഒരു കോമ്പൻസേഷൻ കൊടുത്ത് പിരിച്ചുവിടും.
എന്നിട്ട് അവരൊക്കെ വേറെ ആൽസ്റ്റോമിലോ പരിപാടികൾക്കോ അപ്ലൈ ചെയ്യണം. നമുക്കുള്ള ഗുണം, ഏജൻസിക്കാർക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ഏജൻസിക്കാർക്ക് ആൽസ്റ്റോം മാത്രമല്ല വേറെ 10 കമ്പനി ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നൈസായിട്ട് ഉറപ്പായിട്ടും പോകാൻ പറ്റും എന്നല്ല പറയുന്നത്. പക്ഷെ ഇതേ കോൺട്രാക്ട് ഒരു തലവേദനയും ഇല്ല, ഒരേ കമ്പനിയിലാണ്, വേറൊരു പ്ലേസിന് ഷിഫ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം എന്റെ കോൺട്രാക്ട് യുണീക്ക് എഞ്ചിനീയറിംഗ് ആണ്, എനിക്ക് ശമ്പളം തരുന്നത് എന്റെ കോൺട്രാക്ട് യുണീക്ക് എഞ്ചിനീയറിംഗ് ആണ്. ആൽസ്റ്റോമായിട്ട് എനിക്ക് കോൺട്രാക്ച്വൽ ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഐ വർക്ക് ഫോർ ദം, മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, എനിക്ക് ഈസിലി വേറൊരു സ്ഥലത്ത്, അപ്പൊ അവര് പറയും ഹരിറാം ഇപ്പൊ ഈ സ്ഥലത്ത് ബെർലിൻ അല്ലെങ്കിൽ ഹെരിങ്സ്ഡോഫ് എന്നുള്ള സ്ഥലത്തിലുള്ള പ്ലാന്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഹൗ എവർ നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ്? സെയിം പൊസിഷൻ. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതേ പൊസിഷൻ വേറൊരു സ്ഥലത്ത് ഞാൻ ഈസിയായി ട്രാൻസ്ഫർ ചെയ്ത് വീട് നോക്കി അവിടെ പോവാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പല അതിപ്പോ ആൽസ്റ്റോം മാത്രമല്ല, യുണീക്ക് എഞ്ചിനീയറിംഗ് ചിലപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് കമ്പനി ഉണ്ടാവും, മെഡിസിൻ കമ്പനി ഉണ്ടാവും, വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. അതൊരു റീലൊക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമ്മൾ ഒരേ കമ്പനിയുടെ ബാനറിൽ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഏജൻസി കൂടെ അപ്ലൈ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം. പ്ലസ് ഇതിന്റെ കൂടെ കുറച്ച് ഏജൻസീസിന്റെ പേരും പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കൂടുതൽ IT ഒക്കെ ആണെങ്കിൽ ചെക്ക്ഔട്ട് ഫെർഷാവോ. ഞാൻ ഇവിടെ ഓരോന്ന് പറയുമ്പോൾ പേര് ഇവിടെ ഇടുക കേട്ടോ. ഫെർഷാവോ എന്നുള്ള ഈ വെബ്സൈറ്റിൽ പോവുക, ഓപ്പൺ പൊസിഷൻസ് എന്താണെന്ന് നോക്കുക, CV-യും നിങ്ങളുടെ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് പറഞ്ഞപ്പോഴാണ്, ഈ ഡോക്യുമെന്റ്സ് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ വെക്കണം? കവർ ലെറ്റർ ഫോർ മീ, കുറെ പേര് പറയും ജർമ്മനിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവർ ലെറ്റർ വെച്ചോളൂ. ഇഫ് യു ആർ ലൈക്ക്, നിങ്ങൾ കവർ ലെറ്റർ വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വെക്കാം, നല്ല കാര്യമാണ്. ഞാൻ വെക്കാറില്ല പേഴ്സണലി, അതൊരു നല്ല അഡ്വൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് കവർ ലെറ്റർ, അത് ഓപ്ഷണലാണ് എൻ്റെ അഭിപ്രായത്തിൽ. നല്ല ഒരു ജർമ്മൻ CV, ഓക്കെ, നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്, BTech പ്ലസ് MTech ഒരു PDF-ൽ മേജ് ചെയ്തിട്ട് ഒരു ഫയൽ, ഓക്കെ. ആൻഡ് മേക്ക് ഷുവർ എല്ലാത്തിനും ജർമ്മൻ പേര് കൊടുക്കുന്നു. സോയിഗ്നിസ് സർട്ടിഫിക്കറ്റ്, അബ്സ്ലൂസ്, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനെന്താ പേര്, അത് ജർമ്മൻ പേരിൽ വേണം സേവ് ചെയ്യാൻ. CV-യും നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഹരിറാം വേണുഗോപാൽ, ഹരിറാം ലേബൻസ്ലോഫ്, അങ്ങനെ വേണം സേവ് ചെയ്യാൻ. സോ ദാറ്റ് നിങ്ങൾ ഫയൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവുമോ ഇത് CV ആണ്, അതിതാണ്. ഈവൻ ദോ ഓരോന്നിനും സെപ്പറേറ്റ് ടാബ്സ് ഉണ്ടാവും ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും അതൊക്കെയാണ് ഒരു ബേസിക് റൂൾസ്, ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് യൂഡമി ആയിരിക്കാം, ഇറ്റ് കുഡ് ബി സംതിങ് സില്ലി ആസ് നമ്മൾ ചുമ്മാ ഓൺലൈൻ ചെയ്യില്ലേ, അതൊക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. യു നോ വൺ തിങ്, ഞാൻ തീസിസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്റെ പവർ BI സർട്ടിഫിക്കറ്റ് ഞാനൊരു യൂഡമിന്ന് 4 ദിവസത്തിൽ തീർത്തൊരു കോഴ്സാണ്, തട്ടിമുട്ടിയും. അത് കാരണം അതൊരു ടോപ്പിക്കായി തീസിസ് ഡിസ്കഷനിൽ. അവർ പറഞ്ഞു, ഓ ഇത് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു, അത് ബേസിക് ആണ്. ചെയ്തിട്ടുണ്ടല്ലോ, വലിയ കാര്യം. അപ്പോൾ ഒന്നും മടിക്കണ്ട, യൂഡമി അങ്ങനത്തെ കുറച്ച് നമ്മുടെ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൂടി സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF-ൽ എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒരു സാധനം. എൻ്റെ ഇപ്പൊ കുറെ ഉണ്ട്. ലിങ്ക്ഡിനിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ബിസിനസ് പാർട്ട്നേഴ്സ്, ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു 4-5 എണ്ണം, എല്ലാം ഈ ലിങ്ക്ഡിനിലെ ഓരോ ഉടായ്പ എന്ന് ഞാൻ പറയില്ല, പറഞ്ഞ മനസ്സിലായോ, ഒരു 5-6 മണിക്കൂറിൽ തീർക്കാൻ പറ്റുന്ന കുറച്ച് പരിപാടികളില്ലേ, അതൊക്കെ ചെയ്തിട്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതൊക്കെ വെക്കുന്നത് വാല്യൂബിൾ ആണ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ. ഇതൊക്കെ എൻ്റെ ഡിസ്കഷൻ ആയിട്ടുണ്ട് ഇന്റർവ്യൂസിൽ. അപ്പൊ ഈ ഫയൽസ് എല്ലാം കൂടി നിങ്ങൾ ഇപ്പൊ ഫെർഷാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർഷാവോ ആൽട്ടൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ പോവുക, ഓപ്പൺ പൊസിഷൻസ് നോക്കുക, അതിൽ നിങ്ങൾ ഈ ഫയൽസ് എല്ലാം കൊടുക്കുക, ഓക്കെ. വിളി വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഏജൻസിക്കാരെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ജർമ്മൻ കുറച്ചെങ്കിലും അറിയണം എന്നാണ്. ഫ്ലുവൻ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ബേസിക് ആയിട്ട് എത്ര നോളജ് വേണം? 4 ക്വസ്റ്റ്യൻ ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ള ഒരു സംഭവം വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ എന്താ ചെയ്തതിനെ കുറിച്ച്. ഇംഗ്ലീഷൊക്കെ ഇടയിൽ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തോളൂ. എൻ്റെ ആൽസ്റ്റോം ഇന്റർവ്യൂവിലും ടെക്നിക്കലായിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ
ആൽസ്റ്റോംകാർ, അതായത് ക്വാളിറ്റി മാനേജറും ക്വാളിറ്റി ഹെഡും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ ഇനി കുറച്ച് ജർമ്മനിൽ ചോദിക്കുക, യു ആൻസർ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അവർക്ക് അതേ വേണ്ടു. സോ ഏറ്റവും വലിയ കാര്യം അവർ പറയണത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജർമ്മൻ ഏകദേശം അവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു പരിപാടിയെങ്കിലും നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവണം. ഏജൻസിക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം നന്നായിട്ട് ജർമ്മൻ ഏകദേശം പറയാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ്. കാരണം അവരുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് റൗണ്ട് ഏജൻസിക്കാരുടെ അത് ജർമ്മനിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി, അതിൽ യാതൊരു ഇതുമില്ല. ഓക്കെ, സോ ജർമ്മൻ ഒന്ന് സെറ്റ് ആക്കുക, CV ജർമ്മനിൽ തന്നെ ആക്കുക. ചുമ്മാ B1 B2 എന്നൊക്കെ ഇടുക CV, കുഴപ്പമില്ല, നമുക്ക് വരുമ്പോൾ നോക്കാം. ഇന്റർവ്യൂ കിട്ടുന്നതേ വലിയ കാര്യം. സോ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് B1 പാസ്സായി, എന്റെ ലെവൽ B2, ഞാൻ ഇനിയിപ്പോ C1 എന്നൊക്കെ ഇടാന്ന് വിചാരിക്കുകയാണ്. ഇടാലോ, എന്താപ്പോ അവര് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമുക്ക് ഇന്റർവ്യൂവില് സംസാരിച്ചാൽ പോരെ, ഒന്നും കാര്യമില്ല, ധൈര്യമായിട്ട് അങ്ങോട്ട് കയറ്റി അടിക്കുക ലെവലൊക്കെ, ഒന്നും ഒരു സീനും ഇല്ല. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത്, അപ്പോ ഞാൻ പറയുന്ന ഇപ്പൊ ഈ ഏജൻസിയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫെർഷാവോ, ആൽട്ടൺ, യുണീക്ക് എഞ്ചിനീയറിംഗ്. യുണീക്ക് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെറ്റിയ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ എൻ്റെ പേര് പറയാം, ഹരിറാം വേണുഗോപാൽ റെക്കമെൻഡ് ചെയ്താണെന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. എനിക്കും ലാഭമുണ്ട്, നിങ്ങൾക്കൊന്നും കിട്ടുമോ അറിയില്ല, പക്ഷെ എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ടാകും. അപ്പോൾ യുണീക്ക് എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ എൻ്റെ പേര് പറയാൻ മറക്കണ്ട, ബിക്കോസ് ഐ എം ഓൾറെഡി എൻ എംപ്ലോയി. അതേപോലെ ഹെയ്സ്, HAYS, DISAG, ഇതൊക്കെ ഓരോരോ ഏജൻസികളാണ്. മാൻ പവർ, പിന്നെന്താണ്, ഇങ്ങനെ ഇഷ്ടംപോലെ ഏജൻസീസ് ഉണ്ട്. സോ ഞാനിപ്പോ കുറച്ച് അറിയുന്നത് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഈ ഓർമ്മ വരുമ്പോൾ അതെല്ലാം കമന്റ്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇടാം. ഇതിലെല്ലാം പോവുക, യുണീക്ക് എഞ്ചിനീയറിംഗിന്റെ വെബ്സൈറ്റിൽ പോവുക, ഏതൊക്കെ പൊസിഷൻ ഓപ്പൺ ആണെന്ന് നോക്കുക. നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ആണെങ്കിൽ ഏകദേശം CV അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അവർ നോക്കും. ഈ ഏജൻസിയും ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ വിളിക്കും, അവരെ വിളിച്ചിട്ട് അവരൊരു ഇന്റർവ്യൂ നടത്തും. ആ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ട അവര് ക്ലയന്റിന് ഈ CV കൊടുക്കും. അവിടെയും കഴിഞ്ഞില്ല, ക്ലയന്റിന് ഈ CV ഇഷ്ടപ്പെട്ട ക്ലയന്റ് ഓക്കെ പറയും, അവിടെയും കഴിഞ്ഞില്ല, ക്ലയന്റിന്റെ ഒരു ഇന്റർവ്യൂവോ 2 ഇന്റർവ്യൂവോ ഉണ്ടാവും. സോ ദ പ്രോസസ് ഇസ് സ്റ്റിൽ ദ സെയിം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഏജൻസിയിൽ ഈസി ആയിട്ട് കിട്ടും എന്നല്ല. കമ്പനിക്ക് ഇത്തിരി കൂടി ലാഭമായതുകൊണ്ട് കുറച്ചുകൂടി അവര് ആൾക്കാരെ എടുക്കാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആലോചിക്കില്ല, കാരണം ഈ പ്രൊജക്ടിനാണ് അവരെടുക്കും. അതുകൊണ്ട് ഡയറക്റ്റ് പോണതിനെക്കാട്ടിലും ഇത്തിരി സിമ്പിൾ ആണ് ഏജൻസി വഴി പോവാൻ, പ്രൊവൈഡഡ് യു ക്ലിയർ ദ ഇന്റർവ്യൂ. ചുമ്മാ എല്ലാവരും എടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. യു ഹാവ് ടു ബി സ്റ്റിൽ, യു ഹാവ് ടു പ്രിപ്പയർ, നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ തന്നെ വേണം. കാരണം ഏജൻസി ഇഷ്ടംപോലെ പേര്, യുണീക്കിൽ തന്നെ ഇഷ്ടംപോലെ പേര് അപ്ലൈ ചെയ്യും. അപ്പൊ അതിൽ ബെസ്റ്റ് ഉള്ള ആൾക്കാരെ എടുക്കുള്ളൂ, ഓർ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. നിങ്ങൾക്ക് യു ഗോട്ട് ദ പോയിന്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജൻസിയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മേക്ക് ഷുവർ ദാറ്റ് യുവർ ഏജൻസീസ് കോൺട്രാക്ട് ഇസ് അൺലിമിറ്റഡ്. ഇപ്പൊ എന്റെ കോൺട്രാക്ട് യുണീക്കിൽ അൺലിമിറ്റഡ് ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ആൽസ്റ്റോമിന്റെ പ്രൊജക്ട് കഴിഞ്ഞാലും എന്റെ ഇവിടുത്തെ കോൺട്രാക്ട് തീരുന്നില്ല. അടുത്ത ഒരു പ്ലാനിൽ ഞാൻ പോകും, അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ പോകും. അപ്പൊ ഏജൻസിയുടെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ. എനിക്ക് കോൺട്രാക്ട് എന്താണ്, മനസ്സിലായോ? ചില നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഉൻ ബെഫ്രിസ്റ്റഡും ബെഫ്രിസ്റ്റഡുമാണ്. ബെഫ്രിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ്, ബെഫ്രിസ്റ്റഡ് അപ് ടു 2 year അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ലിമിറ്റഡ് എന്ന് പറയും. ഉൻ ബെഫ്രിസ്റ്റഡ് കോൺട്രാക്ട് ആണ്, ഫെട്രാഗ് ആണെന്ന് നിങ്ങൾ യു ഷുഡ് മേക്ക് ഷുവർ. എപ്പോഴും ഗോ ഫോർ, ഏജൻസിയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഗോ ഫോർ ഉൻ ബെഫ്രിസ്റ്റഡ് കോൺട്രാക്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ബ്ലൂ കാർഡ് കിട്ടാനും ബാക്കിയുള്ള വിസയുടെ പരിപാടികളും ഈസി ആയിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അൺലിമിറ്റഡ് കോൺട്രാക്ട് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏജൻസി പറയാണ് 1 കൊല്ലം നിങ്ങൾക്ക് കോൺട്രാക്ട് ഉള്ളൂ. അപ്പോൾ വിസക്കാർ പറയും ബ്ലൂ കാർഡൊന്നും തരാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു വർക്ക് വിസ തരാം. കാരണം 1 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായോ? ഓൾവേസ് നെഗോഷിയേറ്റ് unbefristed contract. Alles klar? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓൾവേസ് എയിം ഫോർ ആൻ അൺലിമിറ്റഡ് കോൺട്രാക്ട് ഫ്രം ദി ഏജൻസി. കമ്പനിക്ക് ചിലപ്പോൾ 2 വർഷമായിരിക്കും. ഇപ്പൊ ഇങ്ങനൊരു ഓഫർ തരുന്നു,
അപ്പൊ പറയാണ് മോനെ അല്ലെങ്കിൽ മോളെ, നിങ്ങൾക്ക് ഞങ്ങൾ അൺലിമിറ്റഡ് കോൺട്രാക്ട് തരാം, പക്ഷെ ഞങ്ങളുടെ ഹോസ്റ്റ് കമ്പനി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ കമ്പനി ക്ലയന്റ് കമ്പനിയിൽ 1.5 കൊള്ളേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാരണം ഇവരുടെ വി ഹാവ് എൻ അൺലിമിറ്റഡ് കോൺട്രാക്ട്. അത് മൈൻഡിൽ വെക്കുക. ഓൾവേസ് എയിം ഫോർ unbefristed contract, not a limited contract. ഓക്കെ, ഇപ്പൊ ഏജൻസി ആണെങ്കിൽ. പിന്നെ എന്തെങ്കിലും പോയിന്റ് ബാക്കിയുണ്ട്? നല്ലൊരു പോയിന്റ് ആണ് ഇത് ആക്ച്വലി, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ടാമതല്ല, എത്രാമത്തതാണോ അത്രാമത്തത്. ബേസിക്കലി ഓൾവേസ് നെഗോഷിയേറ്റ് അബവ് എ ബ്ലൂ കാർഡ് സാലറി. ഇപ്പോ ഏജൻസിക്കാർ ക്യാൻ ഗെറ്റ് ലൈക്ക്, അവർ കുറച്ച് സ്മാർട്ട് ആവും. അപ്പൊ അവർ പറയും ഈ പൊസിഷന് 40,000 euro ആണ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണം മാഡം അല്ലെങ്കിൽ സാർ 43,500 euro അല്ലെങ്കിൽ 44,000 euro നിങ്ങൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി നല്ലതാണ്. എനിക്ക് ഫ്യൂച്ചറിൽ ആഫ്റ്റർ 22 months ആൻഡ് a B1 certificate I can apply for PR, so and so on. Always negotiate for that blue card salary. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് ലൈക്ക് എഞ്ചിനീയറിംഗ് ജോബ്സ്, എന്താ പറയാ, അതിനെല്ലാം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് സംതിങ് അറൌണ്ട് 43,000 എന്തോ ആണ് ബ്ലൂ കാർഡ് സാലറി പെർ ഇയർ. അപ്പൊ അതിനും കുറവാണെങ്കിൽ മേക്ക് ഷുവർ യു നെഗോഷിയേറ്റ്. അതൊക്കെ തരും ഏജൻസിക്കാർ. കാരണം നമ്മള് എത്രയാണോ നമുക്ക് ഏജൻസിക്കാർ തരുന്നത് അതിനും കുറച്ച് എക്സ്ട്രാ ആയിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ അവര്, നമ്മുടെ പാരന്റ് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ക്ലയന്റ് കമ്പനിയിൽ നിന്ന്. സോ ഒന്നും മടിക്കണ്ട. ബ്ലൂ കാർഡിന്റെ താഴെയുള്ള സാലറി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പറയുക 40,000 റുപ്യ തരാന്ന് പറഞ്ഞാൽ 43,000 റുപ്യ വേണമെന്ന് പറയാം. ഓക്കെ, ഐ മീൻ യൂറോസ് 43,000. അപ്പൊ അത് നിങ്ങൾ മറക്കണ്ട. അതൊരിക്കലും നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. 2 കാര്യം ഏജൻസിയിൽ. ഒന്ന് unbefristed അല്ലെങ്കിൽ അൺലിമിറ്റഡ് കോൺട്രാക്ട്, unbefristed vertrag. രണ്ടാമത് ബ്ലൂ കാർഡ് സാലറി, ബ്ലൗ കാർട്ട്, അത് വേറെന്തോ പറയും, ലിറ്ററൽ ട്രാൻസ്ലേഷൻ അല്ല. പക്ഷെ എനിക്ക് ഇതേപോലെ ബ്ലൂ കാർഡിന് ബ്ലോ കാർട്ട് എന്ന് പറയാം സാലറി എങ്കിലും എനിക്ക് വേണം എന്ന് ചോദിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഏജൻസി മുഖാന്തരം ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ അസൈൻമെന്റ് പീരീഡ് മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ലൊരു പേരെടുക്കാൻ നോക്കുക. ഇൻ ദ സെൻസ് നോട്ട് ഡൂയിങ് സംതിങ് ഔട്ട് ഓഫ് യുവർ, ഞാൻ പറഞ്ഞത് വളരെ ഇതായിട്ട് ചെയ്യണമെന്നൊന്നുമല്ല. നിങ്ങളുടെ വർക്ക് പ്രോപ്പറായിട്ട് ഉഴപ്പാതെ നിങ്ങൾക്ക് എന്താണോ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അത് മര്യാദയ്ക്ക് ചെയ്താൽ തന്നെ മതി. ഓവറായിട്ട് എൻ്റെ മുകളിലൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളൊരു പണി ഏൽപ്പിച്ച ഫസ്റ്റ് ഒരു 6-7 മാസം നമുക്ക് പഠിക്കാൻ തന്നെയാവും. അത് കഴിഞ്ഞ് നമ്മൾ ആ പണി പ്രോപ്പറായി ചെയ്താൽ തന്നെ മതി. എന്നിട്ട് ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ, ലെറ്റ്സ് സേ ഒരു 1 കൊല്ലം കഴിയുമ്പോൾ, യു ഷുഡ് സ്റ്റാർട്ട് അപ്ലൈയിങ് ഫോർ എന്താ പറയുക ജോബ്സ്. കാരണം ഏജൻസി എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ജോബ് സെക്യൂരിറ്റിയിൽ. അതിപ്പോൾ ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ജോലി കിട്ടി, ഡയറക്റ്റ് ഒരു കമ്പനിയിൽ കിട്ടിയ ലൈഫ് സെറ്റ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കമ്പനി ഫുൾ ക്ലോസ് ചെയ്യും, കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ദിസ് ഇസ് എൻ ഇല്യൂഷൻ. ബട്ട് സ്റ്റിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 കൊല്ലം 6 കൊല്ലം ഒന്നും ഒരു ഏജൻസി ത്രൂ മാത്രം വർക്ക് ചെയ്യരുത്. തെറ്റിയാൽ ഒരു കമ്പനിയിൽ കയറാൻ നോക്കണം. കാരണം ലോങ് ടേം നോക്കുമ്പോൾ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒരു കമ്പനീനെ മാച്ച് ചെയ്യാൻ പറ്റില്ല, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്മോൾ കമ്പനി. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോർഷൻസും ഇതിൽ കവർ ചെയ്തു ഏജൻസീസിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സീരീസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ജോലി കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഇൻപുട്സ് കിട്ടണമെന്നുണ്ട് എനിക്ക് പേഴ്സണലി. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തള്ളുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ, അവരൊക്കെ അങ്ങനെ തന്നെ ആണോ, കവർ ലെറ്ററൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ റീസെൻ്റായി ജോലി കിട്ടിയ ആൾക്കാർ മുന്നോട്ട് വരിക. എന്നിട്ട് bicep money@gmail.com
പ്ലീസ് ഒരു വീഡിയോ തരാൻ നോക്കുക, ഒരു ഇന്റർവ്യൂ. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ദ വെരി മേജർ തിങ്, നമ്മുടെ വീഡിയോ ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ ആഴ്ചയും ഓരോ വീഡിയോ ഇടുന്നുണ്ട്. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദ വ്യൂസ് ഓർ അങ്ങനത്തെ ഒരു പരിപാടിക്ക് എനിക്ക് തീരെ താല്പര്യമില്ല. ദ ഓൺലി തിങ് ഇസ് ഈ കൊല്ലം എല്ലാ ശനിയാഴ്ചയും ഒരു വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം, മോസ്റ്റ് ഓഫ് ദ സാറ്റർഡേയ്സ്. സോ എനിക്ക് ചുമ്മാ എൻ്റെ ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ ഈ വീഡിയോ സീരീസ് ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഐ ലൈക്ക് ഇന്റർവ്യൂയിങ് പീപ്പിൾ, മനസ്സിലായോ? ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഇൻപുട്സ്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ചിലപ്പോൾ ഇന്റേൺഷിപ്പോ തീസിസോ ആയിരിക്കും, വലിയ വ്യത്യാസമില്ല, ഇന്റർവ്യൂ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ റീസെന്റായി തീസിസ് കിട്ടിയ ആൾക്കാരും മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് ചെയ്യാം. ഇന്റർവ്യൂസ് ആൻഡ് തീസിസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്തത്? സോ ഇതിൽ 2 ഭാഗമായിട്ട് ഞാൻ പിരിക്കാൻ ഉദ്ദേശിക്കുന്നു. സോ ഐ മീൻ ഡിവൈഡ് ചെയ്യാൻ. പീപ്പിൾ ഹു ഹവ് ഗോട്ട് ഫുൾ ടൈം ജോബ്, പീപ്പിൾ ഹു ഹവ് ഗോട്ട് തീസിസ് ആൻഡ് ഇന്റേൺഷിപ്പ്. ഇപ്പൊ റീസെന്റായി തീസിസ് ഇന്റേൺഷിപ്പും ചെയ്ത് നമുക്ക് വേറൊരു സീരീസ് തുടങ്ങാം. അവരും എനിക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം എങ്ങനെ അവർക്കൊരു ഇന്റേൺഷിപ്പോ തീസിസോ കിട്ടാൻ പറ്റും, സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരും വരിക. വി വിൽ ഡു ദിസ് ടുഗെദർ. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ഇറക്കാം, ഫുൾ ടൈം കിട്ടിയവർ. സോ ആ സീരീസ് അപ്പം അങ്ങനെ കണ്ടിന്യൂ ആയി പോകും. ഹോപ്പ്ഫുള്ളി അടുത്ത ആഴ്ച ഒരാളെ കൊണ്ട് എന്തായാലും ഇന്റർവ്യൂ ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇല്ലാതെ ഇത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്ലീസ് ഡോണ്ട് മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഇതൊരു ഫ്ലെക്സിംഗ് ഒന്നുമല്ല, ഐ സ്റ്റോപ്പ് യൂസിങ് ഇൻസ്റ്റാഗ്രാം. സോഷ്യൽ മീഡിയ പതുക്കെ ഞാൻ പുറത്തു പോയിരിക്കുകയാണ്. ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു ലിവ് ഈ സോഷ്യൽ ഡിറ്റോക്സ് അല്ലെങ്കിൽ സോഷ്യൽ നൊമാഡ്സ് എന്നൊക്കെ പറയാം. അതുപോലെ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് വിട്ടു നിൽക്കാനാണ് ഈ കൊല്ലം ഉദ്ദേശം. നിങ്ങളൊക്കെ അതിനെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിലും ഇനി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അതൊരു വേറെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഹൗ ഐ ഗോട്ട് റിഡ് ഓഫ്, അല്ലെങ്കിൽ ഹൗ ഐ എം ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് all the social media's doom scrolling and stuff, and how am I getting my life back, how am I trying to get my life back in the topic. Okay, so it's getting a little out of topic here. അത് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ ഒരു €70 മോണിറ്റൈസേഷനിൽ കിടക്കുന്നുണ്ട്. അതും ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മോണിറ്റൈസേഷൻ പോയി. നിങ്ങൾ ഇനിയും കുറേയൊക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അത് തിരിച്ച് ഓപ്പൺ ആക്കുള്ളൂ. അക്കൗണ്ടിൽ ഒരു €75 കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉള്ളത് പറയണമല്ലോ. ഇതെല്ലാം കൂടിയിട്ട് തന്നെയാണ് പരിപാടി. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്ലൈ ചെയ്തില്ല. ഇനി ചെയ്യാം. ഒന്നും കൂടി wishing you all the very best for your job hunt, thesis hunt and internship hunt. അടുത്ത ആഴ്ച വരുന്ന വരയ്ക്കും. This is Bicep Money signing off. Bye.